ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് ഗെയിമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തൊക്കെ വന്നു നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ റോഡ് ടു 1K ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തൊക്കെ വന്നു നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ എന്താ പറയുക, മീയുടെ പാക്കൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം നോക്കണം. ഓക്കെ, മെസ്സിയുടെ കാർഡും അതുപോലെ തന്നെ കുബോയുടെ ഒരു കാർഡ് നമുക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ കേസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ ഇതെന്താണ്, ഓക്കെ കേസ്, നോ കൊടുത്തുവിടാം. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് പാക്കിലേക്ക് പോവാം കേസ്. ഓക്കെ കേസ്, അപ്പോൾ ഞാൻ എന്തായാലും പാക്കിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ജർമ്മനിയുടെ പാക്ക് വന്നിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ഫ്രാങ്ക് ലംബാർഡിൻ്റെ ഒരു മാനേജർ പാക്ക് വന്ന് എടുക്കുന്നുണ്ട് ഗൈസ്. ക്വിക്ക് കൗണ്ടറൊക്കെ ഉള്ള ഒരു മാനേജറാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ റുമിനിക്കിൻ്റെ പാക്ക് വന്നിട്ടുണ്ട്. ഒന്നല്ല ഗൈസ്, 2 പാക്ക് വന്നിട്ടുണ്ട്. ഇത് അനിമിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ടുള്ളൊരു കാർഡ് ഡിസൈനൊക്കെ വെച്ചിട്ട് ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ജർമ്മനിയുടെ ഒരു എപ്പിക് പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒലിവർ ഖാൻ ഉണ്ട്, റുമിനിക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി 2 പ്ലെയർ ഓഫ് ദി ഉണ്ട് ഗൈസ്. ഒന്ന് യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നോർമൽ പ്ലെയർ ഓഫ് ദി ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ എന്താണ് വന്നിട്ടുള്ളത്, വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഗൈസ്. പിന്നെ നമ്മുടെ നോമിനേഷൻ വന്നിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മുടെ നോമിനേഷൻ ബാക്ക് ഇവിടെ വന്നിട്ടുണ്ട്. വലിയ സെറ്റപ്പ് ഇല്ലയെന്ന് തോന്നുന്നു കേസ് കണ്ടിട്ട്. അത്യാവശ്യം അവർക്ക് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരാറുണ്ട് കേസ്. ഇതെന്ത് പ്ലേയേഴ്സൊക്കെയാണ് ഇടാ. കൊനാമി എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട് കേസ്. കൊനാമി ഇതിനകത്ത് ഫുള്ളും കാർട്ടൂൺ വർക്കാണ് കേസ് ചെയ്തേക്കണേ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഫുട്ബോൾ ഫുള്ളായിട്ട് മാറ്റാൻ പോകാമെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഇതൊരു കാർട്ടൂണാക്കി എടുക്കും. ഓക്കെ, പിന്നെ നമ്മുടെ മാച്ച് വാസിൽ സെയിലുണ്ട് കേസ്. അപ്പോൾ 250 കോയിനൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല കേസ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങാം. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് നമുക്കൊന്ന് പറയാനുള്ളത് കേസ്. പിന്നെ ഒബ്ജക്റ്റീവിനകത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ കേസ്, ഒബ്ജക്റ്റീവിനകത്ത് പുതിയ ഒബ്ജക്റ്റീവും കാര്യങ്ങളൊക്കെ വന്നെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ടുബാസിയോ അങ്ങനെ എന്തോ ആണ്, തസൂബിയോ അങ്ങനെ എന്തോ സംഭവമാണ് കേസ്. അപ്പോൾ അതിനകത്ത് കോയിനൊക്കെ കിട്ടുന്നുണ്ട് കേസ്. അപ്പോൾ കോയിനൊക്കെ എന്തായാലും മാക്സിമം എല്ലാവരും കളക്ട് കേസ്. നമുക്ക് അങ്ങനെ കിട്ടാത്ത സാധനമാണ്. ഓക്കെ കേസ്, ഇതെന്താണ് ഗാലറി എന്ന് പറഞ്ഞ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കേസ്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കേസ്? ഇവിടെ എന്തൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം അങ്ങനെ എന്തോ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു കേസ്. അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കട്ടെ. വേറെ എന്താണ് വന്നിട്ടുള്ളത്? ഗൈസ്, നമ്മുടെ GPയുടെ ബോക്സ് മറ്റേ ഷോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റാൻഡം ബൂസ്റ്ററൊക്കെ ഇതിനകത്ത് നിന്ന് ഇനി മേടിക്കാം കേസ്. അതെന്തായാലും നല്ല കാര്യമായിട്ടുണ്ട്. അപ്പോൾ GP ഒക്കെ കുറേ പേരുടെ കുറേയൊക്കെ ഉണ്ടാവും കേസ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ വേറെ എന്തിട്ടാണ് വന്നിട്ടുള്ളത്? വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് തോന്നി. അപ്പോൾ നമുക്ക് മാച്ച് ഡേയിലേക്ക് പോകാം. മാച്ച് ഡേ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു ബീറ്റ് ദ ക്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇവൻ്റ് നടക്കുന്നുണ്ട്. പിന്നെ ഇതെന്താണ് ഗൈസ്, ഈ ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 100 കോയിൻ കിട്ടുന്നതായിരിക്കും ഗൈസ്. എല്ലാവരും ഇതൊക്കെ കളിച്ച് കംപ്ലീറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ പിന്നെ വേറെ നമ്മുടെ പോട്ടോ എന്ന് പറഞ്ഞൊരു ഇതൊന്നും നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ഫ്രീ സ്പിൻ നമുക്ക് കിട്ടും ഗൈസ്. പിന്നെ ഇത് നമ്മുടെ നോർമൽ ഫ്രീ സ്പിൻ കിട്ടും. പിന്നെ വേറെ ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഗൈസ്. ഇതൊക്കെ ഓൾറെഡി നേരത്തെയൊക്കെ വന്നിട്ടൊക്കെ ഉള്ള പോലത്തെ സംഭവമാണ്. ഇപ്പം മാച്ചിനകത്ത് ഇത്രയാണ് പറയാനുള്ളൂ. പിന്നെ കോയിൻ വന്നേക്കുന്നത് നോക്കുവാണെങ്കിൽ ഇത് ഗോൾഡൻ ഗോളാണ്. ഇതിനകത്ത് കോയിൻ അല്ലായിരിക്കും ഗൈസ്. ഇതിനകത്ത് ഒരു 50 ക്ലബ് കോയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഞാൻ ബ്രസീലിൻ്റെ റീജിയനിട്ട് കയറിയേക്കണോണ്ടാണ് ഗൈസ് എനിക്ക് ബ്രസീലിൻ്റെ ഇവൻറ്റ് വന്നേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ലതായിരിക്കും വന്നേക്കണേ. അപ്പോൾ ഇറ്റാലിയൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് കളിച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇതിനകത്ത് ഒരു 50 ക്ലബ് കോയിൻ ഉണ്ട്. അങ്ങനെ 100 ക്ലബ് കോയിൻ്റെ ഇവൻ്റാണ് ഗൈസ് വന്നേക്കണേ. അപ്പോൾ അതൊക്കെ എന്തായാലും എല്ലാവരും കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ ഇത്രയാണ് ഈ മാച്ചിൻ്റെ കാര്യത്തിലൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും മാച്ചൊക്കെ കളിച്ച് വന്നിട്ട് ഫ്രീ സ്പിന്ന് ഞാനൊക്കെ കളക്ട് ചെയ്യട്ടെ ഗൈസ്. ഗൈസ്, അപ്പോൾ ഞാനങ്ങനെ ഫ്രീ സ്പിന്നൊക്കെ കളിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഡെയിലി ഗെയിം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. എന്താണ് ഗൈസ്, ഇതെന്താണത് ഗൈസ്? ഫുൾ മാറി ഇതിനകത്തൊക്കെ ഇങ്ങനെ ആയി ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ കാണുമ്പോൾ പോക്കിമോനാണ് ഗൈസ് ഓർമ്മ വരുന്നത്. ഇതെന്താടാ പോക്കിമോൻ വെച്ച് കളിച്ചേക്കുന്നത് ഇവന്മാർ ഗൈസ്? കൊനാമി ഫുട്ബോൾ വിട്ട് പോക്കിമോണിലേക്ക് മാറിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇങ്ങനത്തെ ആനിമേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെന്തായാലും നൈസൊക്കെ തന്നെയാണ് ഗൈസ്. ബട്ട് എന്താ കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്കിന് മനസ്സിലാവുന്നില്ല. കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഗൈസ്. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അപ്ഡേറ്റ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും ഗൈസ്, നമുക്കൊരു എപ്പിക്കിൻ്റെ ഫ്രീ സ്പിൻ കിട്ടിയിട്ടുണ്ട്. എനിക്കിനി അതിനകത്തുനിന്നൊരു ബെക്കാമിനെ
മാത്രമാണ് ഗൈസ് കിട്ടാനുള്ളൂ എപ്പിക്കിൽ. എനിക്ക് മറ്റേ ആഡംസിനെ കിട്ടിയതാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും നമുക്ക് കറക്കി നോക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ റിസീവ് ഓൾ. ഗൈസ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റീട്രേ പ്രോബിൾ ഇതിനകത്തും ഉണ്ട് ഗൈസ്. ഇതെന്ത് തേങ്ങയാണിത്. ഗൈസ് അങ്ങനെ റിസീവ് ഓൾ കൊടുത്തിട്ടുണ്ട്. മെസ്സിയുടെ ഒരു കാർഡ് ഫ്രീ കിട്ടുന്നുണ്ട്. കുബോയുടെ ഒരു കാർഡ് ഫ്രീ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാർഡ്സൊക്കെ അങ്ങനെ ഫ്രീ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ പാക്ക് ഓപ്പണിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെയൊക്കെ കിട്ടിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും സ്പിൻ എടുക്കട്ടെ ഗൈസ്. ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ഗൈസ്, പിന്നെ എൻ്റെ 900 കോയിനൊക്കെ ഉണ്ടായതാണ് ഗൈസ്. അപ്പോൾ 900 കോയിൻ ഞാൻ MSൻ്റെ പാക്കിൽ കറക്കി ഗൈസ്. എനിക്ക് ഒന്നും കിട്ടിയില്ല. എനിക്ക് അതിനകത്ത് നിന്ന് ആകെ കിട്ടിയത് മറ്റേ ടെർസ്റ്റിഗിനെയാണ് കിട്ടിയത്. അതിനകത്ത് നിന്ന് ഒരു എപ്പിക്കോലാമാർ എനിക്ക് തന്നില്ല ഗൈസ്. റൂമിനിക്കിൻ്റെ പാക്ക് ഞാൻ ചെൽപ്പിങ്ങി കറക്കും ഗൈസ്. എനിക്ക് അത്രയ്ക്കും ക്രേസുള്ളൊരു പ്ലെയറാണ് റൂമിനിക്ക്. ഞാൻ എന്തായാലും കറക്കുന്നതായിരിക്കും ഗൈസ്. ചെൽപ്പിങ്ങി കറക്കും, പറയാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് കറക്കട്ടെ. അപ്പോൾ ബെക്കാമിനെ കിട്ടുമല്ലോ നമുക്കറിയില്ല ഗൈസ്. ജസ്റ്റ് ഒന്ന് ബെക്കാമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കട്ടെ. അപ്പോൾ എങ്ങാനും ബെക്കാമിനെ അടിച്ചാലോ ഗൈസ്. എനിക്ക് ഇനി ഇതിനകത്ത് എപ്പിക്കായിട്ട് ബെക്കാം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഫ്രീ സ്പിൻ കൊടുക്കുകയാണ് ഗൈസ്. ഹെർ വി ഗോ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രീ സ്പിൻ കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് എപ്പിക്ക് അടിക്കുമോ ഗൈസ്? അടിക്കുമോ ഗൈസ്? എനിക്കറിയില്ല, നോക്കട്ടെ. തേഞ്ഞ് ഗൈസ്. ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇതാരാണ് ഗൈസ്? സലേനെ കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ് സലേനാണ് ഗൈസ് കിട്ടിയത്. അപ്പോൾ ബെക്കാം ഇനിയില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ബെക്കാമിന് മിക്കറിയുമാരെ എനിക്ക് അവസാനം തരുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഈ പ്ലെയർ ഓഫ് ദി വീക്ക് ഒന്ന് കറക്കട്ടെ ഗൈസ്. എനിക്ക് സലേന ആവശ്യമില്ല ഗൈസ്. കാരണം സലയുടെ 2 പ്ലെയർ ഓഫ് ദി കാർഡ് എൻ്റെ കിടപ്പുന്നുണ്ട്. എനിക്കിതിനകത്ത് വേണമെന്നുള്ളത്. ഓക്കെ, ഇതിനകത്ത് വേണമെന്നുള്ളൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലെഫ്റ്റ് ബാക്കിന് വേണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ ആരെ ഇതിനകത്ത് ടാർഗറ്റ് ഞാൻ പറയും ഗൈസ്. ഇതിനകത്ത് വേറെ അങ്ങനെ വലിയ ഹൈപ്പായിട്ടുള്ള പ്ലേയേഴ്സൊന്നും ഇല്ല ഗൈസ്. പിന്നെ ഇവനെ കിട്ടിയാലും കുഴപ്പമില്ല ഗൈസ്. നമ്മളെന്തായാലും കളിപ്പിച്ച് നോക്കും. ഓക്കെ, ഞാൻ എന്തായാലും ഫ്രീ സ്പിൻ എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ക്യാൻസലൊക്കെ ചെയ്ത് ചുമ്മാ എന്തായാലും ഫ്രീ സ്പിൻ അങ്ങ് എടുത്തേക്കാം ഗൈസ്. വെറുതെ സമയം കളയണ്ട. അപ്പോൾ സലേനെ എനിക്ക് എന്തായാലും വേണ്ട ഗൈസ്. സലേനെ എന്തായാലും വേണ്ട. ഓക്കെ, മിക്കവാറും ഇവന്മാർ എനിക്ക് സലാനെ തന്നെ തരും ഗൈസ്. അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതലും. ഉള്ളിൽ പച്ച കളറും കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയുന്ന പ്ലെയറിനെ തന്നെ എനിക്ക് തരും ഗൈസ്. അതാണ് അവസ്ഥ. അവിടെ ഇംഗ്ലീഷ് ലീഗാണ്. ഭാഗ്യം ഗൈസ്. ക്ലൈവട്ട് എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു സല ആയിരിക്കുന്നു. ഗൈസ്, നമുക്ക് അങ്ങനെ ക്ലൈവട്ട് എന്ന് പറഞ്ഞ പ്ലെയറിനെ തന്നെ കിട്ടിയേക്കണേ. ഇപ്പോൾ കുഴപ്പമില്ലാത്ത പ്ലെയറാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കളിപ്പിച്ചൊക്കെ നോക്കാം. ഓക്കെ, അതങ്ങനെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2 ഫ്രീ സ്പിന്നോട് ഉണ്ട് ഗൈസ്. നമ്മുടെ യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ കോയിൻ വെച്ച് കറക്കേണ്ട വേക്കാണ്. ഇതിനകത്ത് ടാർഗറ്റ് പറയുകയാണെങ്കിൽ ഒരാൾ ന്യൂ ഇയറാണ് ഗൈസ്. അപ്പോൾ ന്യൂ ഇയറിനെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അറ്റാക്കിങ് ഗോൾ കീപ്പറാണ്. അപ്പോൾ ഒരു ടാർഗറ്റ് ന്യൂ ഇയറാണ്. പിന്നെ അടുത്ത ടാർഗറ്റ് പറയുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് ഡീമരിയാണ് ഗൈസ്. അപ്പോൾ ഡീമരിയുടെ ഒരു കാർഡ് പോലെ എൻ്റെ ഇല്ല ഗൈസ്. ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് ഡീമരി വന്നേക്കണേ. അപ്പോൾ ഡീമരിയ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ന്യൂ ഇയറാണ് ഗൈസ് മെയിൻ ടാർഗറ്റ് പറയുകയാണെങ്കിൽ. പിന്നെ മാക്കലിസ്റ്ററിനെ കിട്ടിയാലും കുഴപ്പമില്ല ഗൈസ്. പിന്നെ അതുപോലെ തന്നെ വേറെ ആരും വേണമെന്നില്ല ഗൈസ്. ആ സെൻറ്റർ ബാക്ക്, ആർസനലിൻ്റെ സെൻറ്റർ ബാക്ക് ഓൾറെഡി എൻ്റെ ഉള്ളതാണ്. അണ്ടർ റേറ്റഡ് കയറുന്ന സെൻറ്റർ ബാക്ക് എൻ്റെ ഉണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് അവനെ വേണമെന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും സ്പിൻ കൊടുക്കുകയാണ്. പ്ലീസ് കൊനാമി, ന്യൂ ഇയർ അല്ലെങ്കിൽ ഡീമരിയ. പ്ലീസ് കൊനാമി. യെസ് ഗൈസ്, കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട്. ഇതാരാന്ന് നോക്കട്ടെ ഗൈസ്. മേളിൽ കളറും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കെന്തായാലും നോക്കാം ആരാണ് ഗൈസ്. ഓക്കെ, ഇതാരാണ്? ഇംഗ്ലീഷ് ലീഗാണ്, നമ്പർ 6 ഗൈസ്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ പ്ലെയറിനെ തന്നെ എനിക്ക് അവന്മാർ തന്നു. ഓൾറെഡി ഇവൻ എൻ്റെ ഉള്ളതാണ് ഗൈസ്. ഒരു പ്ലെയർ ഓഫ് ദി കാർഡ് എൻ്റെ ഉണ്ട്. ബൂസ്റ്റർ കാർഡാണ് ഇപ്പോൾ വന്നേക്കണത്. കുഴപ്പമില്ല ഗൈസ്, കയ്യിലിരിക്കട്ടെ. എന്തായാലും കിട്ടിയതല്ലേ. അപ്പോൾ ഇവൻ എന്തോ 101 കയറുമെന്നാണ് എനിക്ക് തോന്നണേ. എൻ്റെ ഇരിക്കുന്ന കാർഡ് 100 കയറുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത ഫ്രീ സ്പിൻ നമ്മൾ ചുമ്മാ കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ വെറുതെ സമയം കളയുന്നില്ല. ഇതാരാന്ന് നോക്കാം. ഇത് ടാർഗറ്റ് കിട്ടുമല്ലോ എന്നറിയില്ല ഗൈസ്. എന്നാലും നോക്കട്ടെ. ഓക്കെ, ഇതാരാണ് ഗൈസ്? ഇറ്റാലിയൻ ലീഗാണ്, 17 നമ്പർ ഗൈസ്. ഇവനും ഓൾറെഡി എൻ്റെ ഉള്ളൊരു കാർഡാണ്. പക്ഷേ ഇത് ബൂസ്റ്റർ കാർഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഇത് ബൂസ്റ്റർ കാർഡാണ്. എനിക്ക് തോന്നുന്നു ഇവൻ 100 റേറ്റഡ് എന്തോ കയറുമെന്നാണ് തോന്നുന്നത്. എൻ്റെ ഇരിക്കുന്ന കാർഡ് 97 ഗൈസ് കയറുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടു. നമ്മുടെ എസ്റ്റാക്സിൽ നമ്മുടെ ഇവിടെ ഡൗൺലോഡ് ഡാറ്റ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഡിയം ഡാറ്റ ഡൗൺലോഡ് ചെയ്യണം.
അത് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ സ്റ്റേഡിയത്തിൻ്റെ മറ്റു സംഭവമൊക്കെ നമുക്ക് വരുള്ളൂ, ഓരോ ക്ലബിൻ്റെ സ്റ്റേഡിയമൊക്കെ വരുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്, ബൈ.